ഹായ് ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ വന്നിട്ടുള്ള അടിപൊളി മധുര മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ മാങ്ങൻ്റെ സീസണൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവരെങ്കിൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി റെസിപ്പിയിലേക്ക് പോവാം. ഇവിടെ മീഡിയം സൈസ് 2 മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെനച്ച മാങ്ങയാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പിലാണ് ഇവിടെ കട്ട് ചെയ്തെടുക്കണേ. പിന്നെ മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പാൻ എടുത്ത് വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം പാൻ നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടാവുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴന്നു വരുന്ന സമയത്ത് അതിലേക്ക് പൊടിയായി അരിഞ്ഞ കറിവേപ്പിലയും പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് പൊടികളായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അച്ചാറും പൊടിയും 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ മാങ്ങ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് പുളിക്ക് ആവശ്യത്തിനായി 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് ഒരു ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കി എടുക്കാം. നമ്മുടെ സ്വീറ്റ് മാംഗോ പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.